പറഞ്ഞാൽ ആരാണ് ഷാജഹാൻ എന്ന് ചോദിക്കും കുട്ടികൾ. ആ ചോദ്യത്തിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കുകളിലില്ലല്ലോ. ഫതഹ്പൂർ സിക്രി എന്ന് പറയുന്ന സാംസ്കാരിക സൗധത്തിന്റെ നിർമ്മാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അക്ബറിനെ കുറിച്ച് പറയേണ്ടി വരില്ലേ? അക്ബർ ഇന്ത്യയിലെ പുതുതലമുറക്ക് അപരിചിതനാകാൻ വേണ്ടി പോവുകയാണ്. കുത്തുബ് മിനാർ, ചെങ്കോട്ട, ചാർമിനാർ, അങ്ങനെ തുടങ്ങി ലോകോത്തരമായി ഗണിക്കപ്പെടുന്ന മുഴുവൻ സാംസ്കാരിക സൗധങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ അധ്യാപകർക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മളുടെ നാട് നീങ്ങുകയാണ്. പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കാണുന്നതിന് പകരം ഇന്ത്യൻ പൈതൃകത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല ബിജെപി കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത, എല്ലാ മതസമുദായക്കാരെയും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്നു എന്നുള്ളത് ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് RSSനെയും സംഘപരിവാറിനെയും BJPയെയുമാണ്. അവരെങ്ങനെയെങ്കിലും ഈ പ്ലാറ്റ്ഫോം തകർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ശക്തമായി RSSന്റെ ഫാഷിസ്റ്റ് മുഖം തുറന്നു കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. RSSനെതിരായി കോൺഗ്രസ് എന്നെങ്കിലും ഒരു ബോധവൽക്കരണ പരിപാടി നടത്തിയിട്ടുണ്ടോ? ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുണ്ടാകും, മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകും, ക്രൈസ്തവ സംഘടനകൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടോ? RSSന്റെ നയങ്ങൾക്കും